എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ ഉള്ളതെല്ലാം കർത്താവിനെന്ന് പറഞ്ഞ് നല്ല യൗവനം കർത്താവിന് കൊടുത്തിറങ്ങുമ്പോ പിന്നെ 4 ശത്രുക്കൾ അവിടെ നിന്ന് വളവള അടിച്ചാൽ ഭയപ്പെടത്തില്ല. വിസ തരാന്ന് പറഞ്ഞിട്ടാണോ പെന്തക്കോസി വന്നേ? ഗൾഫിൽ കൊണ്ടുവന്ന് പറഞ്ഞിട്ടാണോ സ്നാനപ്പെട്ടെ? എല്ലാം വേണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ പെന്തക്കോസിൽ ഇറങ്ങിയത്? പെന്തക്കോസിൽ ഇറങ്ങി വെള്ളം ഉടുത്തപ്പോ ആരെങ്കിലും പുഷ്പചക്രം നൽകിയോ? ആഭരണം ഊരിപ്പോ ആരെങ്കിലും അഭിനന്ദിച്ചോ? എല്ലാവരും വെടക്കെന്നല്ലേ പറഞ്ഞുള്ളൂ. നീ പെന്തക്കോസി പോകുന്നത് കണ്ട് ആരെങ്കിലും നീ നന്മ പ്രാപിക്കുമെന്ന് പറഞ്ഞോ? ഇനി അവിടെ എങ്ങടെ പോയിട്ട് എന്തോ കാണിക്കാനെന്നല്ലേ ചോദിച്ചത്? കുടുംബത്തിന്റെ നീ പെന്തക്കോസി പോകുമ്പോ നീ ഞങ്ങൾക്കൊരു അനുഗ്രഹമാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? കുടുംബത്തിന്റെ മാനം കളയാൻ ജാതി കൂടാൻ പോയേക്കെന്നല്ലേ ആക്ഷേപിച്ചത്? എന്നിട്ട് നീ ഇറങ്ങി തിരിച്ചില്ലേ? എന്നിട്ട് നീ പ്രതികൂലത്തിൽ പിടിച്ചു നിന്നില്ലേ? എന്നിട്ട് നീ വിശ്വാസത്തിന് വേണ്ടി നിന്നില്ലേ? The Lord is righteous towards you. എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ ദൈവവേലയ്ക്ക് ഇറങ്ങി തിരിച്ചത് ആരെങ്കിലും 10 കാശ് തരുമെന്നോ ദൈവവേല കൊണ്ട് എന്തെങ്കിലും നന്മയുണ്ടാകുമെന്നോ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടല്ല. കഴിഞ്ഞ ദിവസവും ഞാൻ ഒരാളുടെ അടുക്കൽ പറഞ്ഞു, ഇന്നും സുവിശേഷ വേല കൊണ്ട് എനിക്കൊരു 100 രൂപ സമ്പാദിക്കണമെന്ന് ആഗ്രഹമില്ല. അങ്ങനെയാണെങ്കിൽ ഇന്നും ജോലി ചെയ്യാനുള്ള ബലം എനിക്കുണ്ട്, അധ്വാനിപ്പാനുള്ള ബലം എനിക്കുണ്ട്. കാശുണ്ടാക്കാൻ കൊതിയുണ്ടെങ്കിൽ ഞാൻ പോയി ജോലി ചെയ്താൽ പോരെ? എൻ്റെ ഒപ്പം കാശുണ്ടാക്കിയത് സുവിശേഷ വേലയിലല്ലോ. എൻ്റെ സഹോദരൻ കാശുണ്ടാക്കിയത് സുവിശേഷ വേലയിലല്ലോ. അവര് പഠിച്ചിട്ടും അധ്വാനിച്ചിട്ടുമല്ലേ. എനിക്കും പഠിച്ചാൽ അധ്വാനിച്ചാൽ പണമുണ്ടാക്കിക്കൂടെ? ദൈവത്തിൽ എനിക്കൊരു ധൈര്യമുണ്ട്. He is righteous to me.